ഇരിക്കുന്ന സാം ടി ഡാനിയൽ പാസ്റ്റർ പറഞ്ഞ പോലെ ഏറിയ കാലം പ്രവാസിയായിരുന്നു. നാട്ടിൽ വന്ന് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന പോലെ AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുപോലെ തന്നെ AR ഉണ്ട്, ഓഗ്മെൻ്റ് റിയാലിറ്റി, പിന്നെ VR ഉണ്ട്, വെർച്വൽ റിയാലിറ്റി. ഇതിൽ കുട്ടികൾക്ക് പഠിക്കുന്ന ബുക്സ് ഇറക്കുന്ന ഒരു സ്റ്റാർട്ടപ്പായിരുന്നു. ഞങ്ങൾ 2 സുഹൃത്തുക്കൾ കൂടി ചേർന്നാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു രാത്രി എന്നോട് ശക്തമായിട്ട് ഇടപെട്ടു. ഞാനൊരു പാസ്റ്റർ മകനാണ്, പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു രാത്രി തീരുമാനമെടുത്ത് അതൊക്കെ വലിയ എമൗണ്ടൊക്കെ ചിലവാക്കി ചെയ്ത ഒരു സ്റ്റാർട്ടപ്പായിരുന്നു. അതൊക്കെ ഞാൻ നിർത്തിയിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ദൈവത്തിൻ്റെ വേലയിൽ ഞാൻ അധ്വാനിക്കുന്നു. പ്രൈസ് ലോർഡ്. കൂടുതൽ ഞാൻ ചെറുപ്പക്കാരുടെ ഇടയിലാണ് കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ലോർഡ്. ദൈവം നമ്മളെ ഈ കാലഘട്ടത്തിലും ഈ തലമുറയുടെ മധ്യയിൽ നമ്മൾ ഓരോരുത്തരെയും കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. വെറുതെ നമ്മൾ വന്ന് പാട്ടുപാടി ഈ പ്രസംഗം കേട്ടൊന്നും പോകാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവം ആക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അത് നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. നമ്മളെ ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ നിർമ്മലതയോടെ ദൈവത്തെ സേവിച്ച് ദൈവത്തിന് കാലഘട്ടത്തിന് നടുവിൽ നിർത്താൻ പറ്റി ഓരോ വലിയ ആയുധങ്ങളാക്കി നമ്മളെ തീർക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. പ്രൈസ് ലോർഡ്. ദൈവം നമ്മളെ മനഞ്ഞിരുന്ന ഒരു നാളിൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊരു പൊട്ടുപോലെ നമ്മളായിരുന്നപ്പോൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ രൂപവും ഭാവവും ലയവും താളവും ഒക്കെ നീ എത്ര നീളമുണ്ട് വീതിയുണ്ടെന്നൊക്കെ ദൈവമാണ് നിനക്ക് രൂപവും ഭാവവും കൊടുത്തത്. പ്രൈസ്. നിൻ്റെ അപ്പനോ അമ്മയല്ല. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമുക്ക് ലയവും താളവും രൂപവും തന്ന നാളിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം നമുക്ക് ഈ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിക്കേണ്ടതാണ്. പ്രൈസ് ലോർഡ്. ഒരു കുശവൻ ഒരു കലം ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ ആ കലത്തിനെക്കുറിച്ച് അതിൻ്റെ പർപ്പസാണ് ഫസ്റ്റ് ആ കുശവൻ്റെ മനസ്സിൽ വരുന്നത്. അതിനുകൊണ്ട് എന്ത് ഉപയോഗമുണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ രൂപവും ഭാവവും ലയവും താളവും കൊടുത്ത് അതിൻ്റെ രൂപത്തോടെ ഭംഗിയോടെ ദൈവം ആക്കി വെച്ചത്. നമ്മളെ ഉണ്ടാക്കുന്ന നാളത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ചെറുപ്പക്കാരെല്ലാം ഭയങ്കര ദേഷ്യക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. മക്കൾ പണ്ടൊക്കെ അപ്പനെ പേടിയുണ്ടായിരുന്നു, അമ്മയെ പേടിയുണ്ടായിരുന്നു, സാറുമാരെ പേടിയുണ്ടായിരുന്നു, സമൂഹത്തെ പേടിയുണ്ടായിരുന്നു, പോലീസുകാരെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ആരെയും പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആലോചന പ്രകാരം നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് അവർ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളെല്ലാവരും ദേഷ്യമുള്ളവരല്ലേ? പറയുന്നുണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കാൻ ദേഷ്യം ഒരു വികാരമാണോ അതോ ഒരു അഹങ്കാരമാണോ? തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞ കറക്റ്റ്. അതൊരു അഹങ്കാരം. കരച്ചിലൊരു വികാരമാണ് അല്ലേ? ദേഷ്യം ഒരു അഹങ്കാരമായിരുന്നെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ SI എന്ത് ചെയ്യുക? കുനിച്ചുർത്ത് 2 ഇടി തന്നാലും നിനക്കെന്താ ദേഷ്യം വരാഞ്ഞേ? അപ്പോൾ പേടിയുണ്ട്. പേടിയില്ലാത്തതുകൊണ്ടാണ് വീട്ടിൽ കിടന്ന് ദേഷ്യം പിടിക്കുന്നതും അല്ലേ? നാട്ടുകാരുടെ മുന്നിൽ ദേഷ്യം പിടിക്കുന്നത് നിനക്ക് ആരെ ഭയമില്ലാത്തതുകൊണ്ടാണ്. ആരെ വേണം? ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദേഷ്യം എന്ത് ചെയ്യുക? ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം, ആരെങ്കിലും അത് ദേഷ്യപ്പെടുന്നവരുണ്ടെങ്കിൽ കോപം കൊലപാതകത്തിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ ദേഷ്യമുണ്ടെങ്കിൽ അത് സാത്താൻ്റെ ഒരു തന്ത്രമാണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. സൗമ്യതയോടെ സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദേഷ്യമുള്ള ഒരാളെ കാണാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ താട്ട് വായിക്കുമ്പോൾ അവിടെ അരാൻ രാജാവിൻ്റെ സേനാധിപതിയായ ഒരു നയമാനെ കാണാം. പ്രൈസ് ദി ലോർഡ്. ഇവൻ എന്ത് ചെയ്തു? അരാൻ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു. അവൻ മഹാനായിരുന്നു, മാന്യനായിരുന്നു, പരാക്രമശാലിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതിയാണ് നമ്മൾ മഹാനാണ്, മാന്യനാണ്, ദേഷ്യം വന്ന പരാക്രമശാലിയാണ്. പ്രൈസ് ദി ലോർഡ് അല്ലേ? നമ്മളുടെ ദേഷ്യം വന്നാൽ അറിയാം നമ്മളുടെ പരാക്രമം കാണണമെങ്കിൽ. വീട്ടിലോട്ട് ചെല്ലണമല്ല, സഭയിലൊന്നും അറിയത്തില്ല, ജോലി സ്ഥലത്തും വീട്ടിലൊക്കെ ചെന്ന് അറിയാം നമ്മളാരാണെന്ന്, പരാക്രമശാലിയാണെന്ന്. ഈ ഒരു ധാരണ വെച്ചിട്ട് നയമാൻ എന്ത് ചെയ്തു? അവനിലുള്ളൊരു കുഷ്ഠമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കുഷ്ഠം മാറ്റേണ്ടതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്തു? അടിമ പെൺകുട്ടിയായിരുന്ന ഒരു പെൺകുട്ടി, ഇസ്രായേൽ പെൺകുട്ടി എന്ത് പറഞ്ഞു? അവളുടെ യജമാനത്തിയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇസ്രായേൽ രാജ്യത്ത് എന്ത് ചെയ്തു? ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ യജമാനൻ്റെ ഈ അസുഖം മാറിക്കിട്ടും. പ്രൈസ് ദി ലോർഡ്.
ചെറിയ പൊസിഷനാണെങ്കിലും അവളൊരു ശുശ്രൂഷ ചെയ്തത്. പ്രൈസ് ലോർഡ്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ എന്തൊരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ആളാണെങ്കിലും ചെറിയൊരു ചെറിയൊരു ഇതാണെങ്കിലും ഒരു ശുശ്രൂഷ ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വാക്ക് കേട്ട് എന്ത് ചെയ്തു? നായമാൻ എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് പോകാല്ലേ, ഇസ്രായേലിലേക്ക് പ്രവാചകനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. പോകുന്നത് എങ്ങനെയാണ്? പ്രൈസ് ലോർഡ്. അരാം രാജാവിൻ്റെ കത്ത് മേടിച്ച് എന്ത് ചെയ്യും? ഇസ്രായേൽ രാജാവിനെ ചെന്ന് കണ്ടിട്ട് ചെല്ലുന്ന ഭാവം എങ്ങനെയാണ്? ഉന്നത ഭാവത്തോടെ ചെല്ലുന്നല്ലേ. നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് 10 തലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വസ്ത്രം, ഇതൊക്കെ എടുത്ത് വരുന്ന ഓപ്പോസിറ്റ് വരുന്നവൻ അറിയായി, വരുന്നവന് അരാം രാജാവിൻ്റെ സേനാധിപതിയാണെന്ന് അറിയാവുന്ന രീതിയിൽ തന്നെ അഹങ്കാരത്തോടെ ഉന്നത ഭാവത്തോടെ വരുന്ന നടത്തത്തിന് വരെ വ്യത്യാസമുണ്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെ നടന്നു വരുന്നവൻ പ്രൈസ് ലോർഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തപ്പോൾ ഇസ്രായേൽ രാജാവ് എന്ത് ചെയ്തു? കിടുകിട വിറച്ചു. പ്രൈസ് ലോർഡ്. ഇവന് സൗഖ്യം കൊടുക്കുവാൻ ഞാൻ ആര്? ദൈവമോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ചോദിക്കുന്നിടത്ത് എന്ത് ചെയ്തു? എലീശ പ്രവാചകൻ ഇതറിഞ്ഞിട്ട് എലീശ പ്രവാചകൻ ആളയച്ചിട്ട് പറഞ്ഞു, എന്ത് ചെയ്തു? അവനെ എൻ്റെ അടുക്കൽ വിടുക. പ്രൈസ് ദി ലോർഡ്. ഇത് സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ആ രാജ്യത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നായമാൻ ഈ പ്രവാചകനെ കാണാൻ വരുമ്പോൾ പ്രവാചകനെ പുച്ഛമാണ്, പ്രവാചകൻ്റെ സൗഖ്യത്തെ പുച്ഛമാണ്, പ്രവാചകൻ്റെ ദൈവത്തെയും പുച്ഛമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ്റെ എന്ത് ചെയ്താ? അവൻ അവിടെ കൊടുത്തിരുന്നതിൻ്റെ 2000 ശേക്കൽ പൊന്ന്, വെള്ളി, ഈ വസ്ത്രം, ഞാൻ വരുന്നു, എൻ്റെ പരിവാരങ്ങൾ, ഇതൊക്കെയാണ് അവൻ്റെ ചിന്താഗതി. പക്ഷേ പ്രവാചകൻ്റെ അടുത്ത് വന്നപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? അവനെ എതിരേറ്റു ചെന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവനെന്ത് ഒരാളയച്ചു പറഞ്ഞു വിട്ടു യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്തു? ചെന്ന് 7 പ്രാവശ്യം മുങ്ങുക. പ്രൈസ്. എന്തിനാണ് പ്രവാചകൻ യോർദാനിലോട്ട് പറഞ്ഞു വിട്ടത്? ഇവൻ പറയുന്നു, ഞാൻ പ്രതീക്ഷിച്ചു എന്താണ്? ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വില ഓർത്ത്, എൻ്റെ മഹിമയോർത്ത്, എൻ്റെ അധികാരം ഓർത്ത് ഇവൻ ഇറങ്ങി വരുമെന്നു എന്ത് ചെയ്തു? എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് എന്നെ സൗഖ്യമാക്കുമെന്നൊക്കെ ഇവൻ വിചാരിച്ചു. പ്രൈസ് ലോർഡ്. അത് അവൻ്റെ വിചാരമാണ്. പ്രൈസ് ലോർഡ്. യഥാർത്ഥ ദൈവദാസൻ എന്ത് ചെയ്തു? ഒരു അധികാരത്തിനും ഒരു പണത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്നവനല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവനെ എതിരേറ്റ് പോലും ചെന്നില്ല. ആളയച്ചിട്ട് അവൻ എന്ത് ചെയ്തു? യോർദാനിലേക്ക് പറഞ്ഞു വിട്ടു. എന്ത് ചെയ്യുക? എന്തിനാണ് യോർദാനിൽ പറഞ്ഞു വിട്ടത്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? പ്രൈസ് ലോർഡ്. എന്ത് ചെയ്തു? അല്ല അവിടെ എവിടെയെങ്കിലും പോയിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം, പറഞ്ഞു വിട്ടേര്, ഞാൻ ഉപവസിച്ചോളാം എന്നൊന്നും പറഞ്ഞില്ല. യോർദാനിൽ ചെന്ന് എന്ത് ചെയ്തു? അവനോട് മുങ്ങാൻ പറഞ്ഞു 7 പ്രാവശ്യം. എന്താണ്? ഇവൻ യോർദാൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇവൻ്റെ അധികാരത്തിൻ്റെ ഉന്നത ഭാവത്തിൻ്റെ ഈ കിരീടവും പ്രൈസ് ലോർഡ് ഈ പടച്ചട്ടയും അഴിച്ചു വെക്കണമെങ്കിൽ അവൻ കുളിക്കുന്നിടത്തേ അത് അഴിച്ചു വെക്കാറുള്ളൂ. പ്രൈസ് ലോർഡ്. നീയും ഞാനോ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിലുള്ള ഒരു കുഷ്ഠമുണ്ട്. പ്രൈസ് എന്താണെന്നറിയോ? സ്വമേധ പാപം. എന്ത് ചെയ്ത? മുറുകെ പറ്റുന്ന പാപങ്ങൾ, ബാല്യത്തിലെ പാപങ്ങൾ, ഇതൊക്കെ നമ്മളിൽ എന്ത് ചെയ്യുക? മുറുകെ പറ്റുന്ന കുഷ്ഠങ്ങളാണ്. ഇതിനെ മറച്ചു വെക്കുവാൻ നമ്മൾ ദേഷ്യം നടിക്കോ, നമ്മുടെ ഭയത്തെ മറച്ചു വെക്കുവാൻ നമ്മൾ അധികാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ച് ഈ നായ്മാൻ എന്ത് ചെയ്തു? ഇതിനെ മൂടി വെച്ചിരിക്കുകയായിരുന്നു. പ്രൈസ് ലോർഡ്. ഇത് അഴിച്ചു കളഞ്ഞാലേ ഇവൻ്റെ കുഷ്ഠം കാണാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ഇവൻ എന്ത് ചെയ്തു? യോർദാൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഇത് വെച്ചുകൊണ്ട് കുളിക്കാൻ പറ്റത്തില്ലല്ലോ, ഇതവൻ അഴിച്ചു വെച്ചു. പ്രൈസ് ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെട്ടു. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവ യോർദാനിൽ ഇറങ്ങി. യോർദാന്റെ പ്രത്യേകത എന്താണ്? എലീശ പ്രവാചകൻ പറയുന്നുണ്ട്, എന്താണ്? എന്നെ സുവിശേഷം അല്ലെങ്കിൽ ശുശ്രൂഷ ഏൽപ്പിച്ച നാളിൽ ഞാൻ മടങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന പുതപ്പ് ഞാൻ അടിച്ച നദിയാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്. നീ ഇതിനകത്ത് മുങ്ങേണം. നിന്റെ രാജ്യത്തുള്ള പല നദികളുണ്ടാവും, അതിനകത്തൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയില്ല. ഇതിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്. നീ ഇതിനകത്ത് അനുസരണയോടെ, വിശ്വാസത്തിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അനുസരണയാണ്, 2 കാത്തിരിപ്പാണ്. പ്രൈസ് ലോർഡ്. വിശ്വാസത്തോടെ, അനുസരണയോടെ ഇതൊക്കെ ഈ ഹോളിന് പുറത്ത് നീ അഴിച്ചു വെച്ചിട്ട് ഇതിനകത്തോട്ട് നീ വന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഇടപെടും. നിന്നെ ഞാനെന്ന ഭാവത്തോടു കൂടി ഈ ഹോളിനകത്തോട്ട് നീ കടന്നു വന്നാൽ
ചെയ്താൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നോട്ട് ഇടപെടാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തേക്ക് നീ എന്ത് ചെയ്തു? ആ പടച്ചട്ടയോ നിന്റെ കിരീടവോ അതിൻ്റെ ഉന്നത ഭാവമുള്ള സകലതും അഴിച്ചു വെച്ചിട്ട് ഈ യോർദാനിലേക്ക് നീ ഒന്ന് ഇറങ്ങ്. 7 പ്രാവശ്യം അനുസരണയോടുകൂടി ദൈവാത്മാവിനെ അനുസരിച്ച് നീ മുങ്ങുവാണെങ്കിൽ പ്രവാചകൻ അവനോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആളയച്ചിട്ട് നീ മുമ്പലത്തെ പോലെ ആകുമെന്ന, കുഷ്ഠം മാറുമെന്നല്ല പറഞ്ഞത്. നിങ്ങളവിടെ വായിച്ചു നോക്കണം. നീ എന്ത് ചെയ്തു? മുമ്പലത്തെ പോലെയാകൂ. നിന്റെ ബാല്യത്തിലാണ് നിന്റെ കുഷ്ഠം നിന്നെ ബാധിച്ചതെങ്കിൽ ബാലന്റെ ശരീരം പോലെ നിന്റെ എന്ത് ചെയ്തു? ശരീരം മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞ പ്രവചനം കറക്റ്റാണ്. നിന്റെ ബാല്യത്തിലാണ് നിന്റെ കുഷ്ഠം വന്നെങ്കിൽ ബാലന്റെ ശരീരം പോലെ എന്ത് ചെയ്തു? നിന്റെ ശരീരമായി മാറി. പ്രൈസ് ദി ലോർഡ്. അവൻ അന്തം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവരുടെ ഇടയിൽ നടക്കാത്തത് നമ്മുടെ ഇടയിൽ നടക്കണം. അവൻ അന്തം വിട്ടുപോയി. അവൻ സർവ്വ സൈന്യാധിപനാണ്, അധികാരം. പക്ഷെ ഇതുപോലൊരു ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. പിന്നെ അവൻ പോകുന്നത് പടച്ചട്ടയണിഞ്ഞല്ല, കിരീടം വെച്ചല്ല, ഈ തോക്ക് സകലരും കാണത്തക്ക വിധം അവനെ പോലെ അതിശയം കൂർമാറാക്കിയ ആ തോക്ക് വെച്ച് വലിയൊരു പ്രൗഢോടുകൂടി അഭിമാനത്തോടുകൂടി അവൻ എന്ത് ചെയ്തു? പ്രവാചകനെ കാണാൻ ചെന്നപ്പോൾ പ്രവാചകൻ അവനെ എതിരേറ്റു വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് ചെയ്തു? ഇവിടെ പിന്നെ റിക്വസ്റ്റ് ആണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണേ. വന്നപ്പോൾ എന്താ കൊടുക്കാൻ വന്നപ്പോൾ കൈ ഇങ്ങനെയായിരുന്നു, സ്വീകരിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കൈ ഇങ്ങനെയായി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എൻ്റെ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണേ. സ്വീകരിച്ചില്ല. പറഞ്ഞു എന്ത് ചെയ്തോ? നിന്റെ പൊന്നോ പണമോ എനിക്ക് വേണ്ട, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പൊന്നിനോ ഒരു പണത്തിനോ എന്നെയോ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയരുത്. പ്രൈസ് ദി ലോർഡ്. അവനോട് പറഞ്ഞു നീ ഇവിടുന്ന് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ നിൽക്കുന്ന ആ കാലടിയിലെ 2 കോവർ കഴുത ചുമട് മണ്ണെനിക്ക് തരണമേ. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? അവൻ അത്രത്തോളം താണു. എന്താണ്? പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കൊണ്ടാണ്. അവൻ പറഞ്ഞു നിന്നെ മാത്രമല്ല ഞാൻ അറിഞ്ഞത്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഒരു ദൈവത്തെ കുറിച്ച് അറിയാനല്ല അവൻ വന്നത്, പ്രവാചകനെ കാണാൻ വന്ന്. ലോകത്തിൽ ഇതുപോലൊരു ദൈവമില്ല, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ അല്ലാതെ ഞാൻ ഇനി ആരെ ആരാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തു? നിന്റെ ഉന്നത ഭാവം, നിഗള ഹൃദയം അതൊക്കെ ഹോളിന് പുറത്ത് വെച്ചിട്ട് നീ ഇവോട്ട് വരുമെങ്കിൽ കുഷ്ഠമില്ലാതെ ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശരീരമായിട്ട് നിനക്ക് മടങ്ങിപ്പോകുന്നവനെ കാണുമെന്ന് ചോദിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? അവൻ പറഞ്ഞു യഹോവയാൽ സംഭവിച്ചു. ഇസ്രായേലിലെ ദൈവം ലോകം മുഴുവൻ അറിയാൻ കാരണം അവൻ്റെ കുഷ്ഠം മാറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അവന് പടച്ചട്ടയില്ല, അവന് കിരീടമില്ല, ഉന്നത ഭാവമില്ല, നിഗള ഹൃദയമില്ല. അവനെ കണ്ടാലറിയാം എന്താണ് യഹോവ അവനെ തൊട്ടു എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ നിങ്ങളെ കണ്ടാൽ അറിയണം. എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ നടപ്പ് എല്ലാം കണ്ടറിയണ ഒരു ദൈവ പൈതലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം എന്നെ തൊട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വ്യക്തിപരമായി ഈ ദൈവത്തിന് മുന്നിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം? പൂർണ്ണമായി സറണ്ടർ ആകാം. എന്തിനാണ്? ദൈവം എന്നിൽ എന്ത് ചെയ്യുക? പ്രത്യക്ഷപ്പെടാനായിട്ട്. എന്നെ കാണുന്നവൻ സ്വർഗത്തിലെ ദൈവത്തിനെ കാണണം. എന്നെ കാണുന്നവൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കാണണം. എൻ്റെ വിനയം കണ്ടാൽ അറിയണം അവൻ ദൈവ പൈതലാന്ന്. ഉന്നത ഭാവം എന്നില്ല, നിഗള ഹൃദയമില്ല, എന്നിൽ വിനയം മാത്രമേ ഉള്ളൂ, സൗമ്യത മാത്രമേ ഉള്ളൂ. എന്താണ് കാരണം? ദൈവാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വ്യക്തിപരമായിട്ട് ദൈവസ്ഥാനിലേക്ക് നമുക്ക് പൂർണ്ണമായി കീഴ്പ്പെടാം. ഈ വചനത്താൽ നമ്മൾ ഓരോരുത്തരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ.